ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ സ്നാനത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ഭാഗങ്ങളിൽ പറഞ്ഞത് ഉണ്ട് ഇല്ല? എന്നാൽ ഞാൻ അതുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കുറച്ചൊന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതിന് ശേഷം ബാക്കി കുറച്ച് കാര്യങ്ങളൂടെ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളത് സ്നാനപ്പെട്ടവരും അറിയേണ്ട കാര്യങ്ങളാണ്. സ്നാനപ്പെടാനുള്ളവർ മാത്രമല്ല, സ്നാനപ്പെട്ടവരും നമ്മളെങ്ങനെ ജീവിതം ക്രമീകരിക്കണം, എങ്ങനെ ക്രിസ്തുവിൽ മരിച്ചുയർത്ത് പുതിയ സൃഷ്ടിയായി നമുക്ക് ജീവിക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാനായി പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. ഉറക്കം വരുന്നവർക്കൊക്കെ ഇവിടെ കൂടെ എഴുന്നേറ്റ് നടന്ന് ഒറ്റൊക്കെ പോയിരിക്കുക, വെള്ളമൊക്കെ കുടിച്ചിട്ട്. ഇത് വചനമാണ്. വചനമാകുന്ന വിത്ത് നമ്മുടെ ഉള്ളിൽ വീണാൽ മാത്രമേ നമുക്കൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കഴിയുന്നതും കേട്ടിരിക്കുക. പിശാച് നിങ്ങളെ ഉറക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളാരും ഉറങ്ങിപ്പോകരുത്, വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ സ്നാനം എന്താണ്, എന്തിനാണ് നമ്മൾ സ്നാനപ്പെടുന്നത്, സ്നാനത്തിന് ശേഷം ഒരു വ്യക്തിയുടെ ജീവിതം ക്രിസ്തുവിൽ എങ്ങനെ ആയിരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്നാനം എന്തിന് എന്ന 3 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറയാനായിട്ടിടയായി. 1, ക്രിസ്തുവിനോട് ചേരുവാൻ. 2, ക്രിസ്തുവിനെ ധരിക്കുവാൻ. 3, ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളോട് ഏകീഭവിക്കുവാൻ. ഇതൊക്കെയാണ് സ്നാനപ്പെടുന്നത്. എന്തിനാണ് നമ്മൾ സ്നാനം സ്വീകരിക്കുന്നത്? ക്രിസ്തുവിനോട് ചേരുവാൻ, ക്രിസ്തുവിനെ ധരിക്കുവാൻ, ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളോട് ഏകീഭവിക്കാൻ. അപ്പോൾ ആര് ചോദിച്ചാലും ഇനി പറഞ്ഞു കൊടുക്കുമോ? നിങ്ങൾ എന്തിനാ സ്നാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഈ 3 കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമോ? എവിടെ? എന്താ സ്നാനം? ഇങ്ങനെ പറയരുത്. ആൻറ്റി സ്നാനപ്പെടുന്നുണ്ടോ ഇപ്രാവശ്യം? ഇല്ലേ? എന്തോ പറ്റി? എന്തുവാ റീസൺ? എന്താ? പിന്നീട് ഞാൻ വരുമ്പോൾ പറയണം. സ്തോത്രം. സ്നാനം ഒരിക്കൽ സ്നാനപ്പെട്ടതാണോ? എന്തു സ്നാനം എടുത്തു? പിന്നെ കർത്തൃമേശ എടുക്കുന്ന കണ്ടിട്ടില്ല, അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് അറിയണ്ടേ നമുക്ക്, അല്ലേ? അറിയണ്ടേ? ഒരാൾ സ്നാനപ്പെട്ട ഒരാൾ കർത്തൃമേശ എടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്, അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് അറിയണ്ടേ? അറിയണം. അപ്പോൾ അത് ഞാൻ പേഴ്സണലായിട്ട് വരുവാണ്, ചോദിക്കാം. ഇത്രയും പേരിരിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. സ്തോത്രം. ഓക്കെ, നമുക്ക് നമ്മുടെ വചനഭാഗങ്ങൾ നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനമാണ് കഴിഞ്ഞ ദിവസം ചിന്തിച്ചു തുടങ്ങിയ. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ അവിടെ 1-ാമത്തെ കാര്യം കിടക്കുവാണല്ലേ. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും അവൻ്റെ യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേറ്റു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടല്ലോ. യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, അല്ലേ? നമ്മുടെ പാപങ്ങൾക്ക്, നമ്മളെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ. നമുക്ക് സ്വയം നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? നമുക്ക് അതിനൊരു വാക്യം വായിക്കാം. കഴിഞ്ഞ ദിവസം അത് വായിച്ചില്ല എങ്കിലും റോമർക്ക് എഴുതിയ ലേഖനം 5, നമ്മളിപ്പോൾ 6 എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. അതിൻ്റെ 5-ൻ്റെ 6-ാം വാക്യം നമുക്ക് വായിക്കാം. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി, 7 കൂടെ വായിക്കാമോ? നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ഗുണവാനു വേണ്ടി പക്ഷേ മരിക്കുവാൻ തുനിയുമായിരിക്കും. അപ്പോൾ അവിടെ വളരെ ശ്രദ്ധിച്ചോളണേ. നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന്. എന്താണ് നമ്മുടെ ബലഹീനത എന്ന് പറയുന്നത്? പാപം. അത് തന്നെ. നമ്മുടെ ബലഹീനത എന്ന് പറയുന്നത് എന്താണ്? സിന്നാണ്, പാപമാണ്. നമ്മൾ ഇംഗ്ലീഷിൽ അത് വായിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് അവിടെ കാണുന്നത്. For when the time was right,
the anointed one came and died to demonstrate his love for sinners who were entirely helpless, weak and powerless to serve themselves. സ്വയം രക്ഷിക്കാൻ ശക്തിയില്ലാത്തവരായിരുന്നു നമ്മൾ. സ്വയം നമുക്ക് പാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം നമ്മൾ പാപം ചെയ്ത് പാപികളായതല്ല. പാപം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തിനകത്തുള്ളതാണ്. ഹല്ലേലൂയ. ഒരു വ്യക്തിയെ നമ്മൾ പാപി എന്ന് വിളിക്കുമ്പോൾ അവൻ പാപം ചെയ്യുന്നു അതുകൊണ്ടാ പാപി ആയതെന്നല്ല, അവൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു നേച്ചർ ഉള്ളത് കൊണ്ടാണ് അവൻ പാപിയായി മാറുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലുള്ള ഓരോ വ്യക്തിയും പാപത്തിൻ്റെ അണ്ടറിലല്ലേ? ആണോ? ആണ് ആണ് ഹല്ലേലൂയ. പാപമാണ് അവരെ വാഴുന്നത്, ഓരോ വ്യക്തിയെ. ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, സിസ്റ്ററെ ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല, എൻ്റെ ഇഷ്ടം നോക്കി ഞാൻ ജീവിക്കുന്നു, ഞാൻ അധ്വാനിക്കുന്നു, ഞാൻ ജീവിക്കുന്നു, എന്നെക്കൊണ്ട് പറ്റുന്ന നന്മ പ്രവൃത്തികൾ ചെയ്യുന്നു. സോ യേശു എന്നൊരു രക്ഷകനെ എനിക്ക് ആവശ്യമുണ്ടോ? നിങ്ങളാണെങ്കിൽ എന്ത് പറയും അങ്ങനെ ചോദിച്ചാൽ? യേശുവിനെ ആവശ്യമില്ലല്ലോ, ഞാൻ നല്ലതായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ, ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ യേശു എന്ന് പറയുന്ന ഒരു രക്ഷകനെ എനിക്ക് ആവശ്യമുണ്ടോ എന്നെ രക്ഷിക്കാനായിട്ട്? കാരണം ഞാനെല്ലാം ഓക്കെ ആണല്ലോ. വചനം പറയുന്നു എല്ലാ മനുഷ്യരും തന്നെ പാപികളാണെന്ന്. അതെവിടാ പറയുന്നത് നമുക്ക് നോക്കാം. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൽ തന്നെ 12-ാം വാക്യം നമുക്ക് വായിക്കാം. അതുകൊണ്ട് ആ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്തിരിക്കയാൽ. മനസ്സിലാവുന്നുണ്ടോ? ഏക മനുഷ്യനാ പാപം ചെയ്തത്. ആരാണ്? ആദം. ആദമിൻ്റെ പാപത്താൽ മരണം, പാപം എല്ലാവരിലേക്കും പരന്നിരിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യന് പോലും യേശു എന്ന രക്ഷകനില്ലാതെ സ്വയം അവൻ്റെ പാപ സ്വഭാവത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നതല്ല. മനസ്സിലാവുന്നുണ്ടോ? യേശുവിന് മാത്രമേ നമ്മുടെ ആ സിൻഫുൾ നേച്ചറിൽ നിന്നും പാപ സ്വഭാവത്തിൽ നിന്നും നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എത്ര വിചാരിച്ചാലും നമ്മുടെ ആ പാപ സ്വഭാവത്തെ നമുക്ക് മാറ്റാനായിട്ട് കഴിയില്ല. നമുക്ക് ഒരു വാക്യം കൂടി വായിക്കാം. ഇപ്പോൾ 12 വായിച്ചത്, 17 വായിക്കാം. ഏകൻ്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാണു എങ്കിൽ സമൃദ്ധി ലഭിച്ചവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികം ജീവനിൽ വാഴും. വളരെ ശ്രദ്ധിക്കണം. ഏകൻ്റെ അനുസരണക്കേടിനാൽ പാപം നമ്മളിൽ വാണു. പാപത്തിലൂടെ ആര് വാണു? പിശാച് വാണു നമ്മളെ. മനസ്സിലാവുന്നുണ്ടോ? ഏകൻ്റെ അനുസരണക്കേടിനാൽ പാപം നമ്മളെ വാണു, പാപത്തിലൂടെ പിശാച് വാണു, മരണവും നമ്മളെ വാണു. എന്നാൽ ഏകൻ്റെ അനുസരണത്താൽ ആരനുസരിച്ചേ? ആരനുസരിച്ച ആള്? യേശു. യേശുവിൻ്റെ ക്രൂശിലെ അനുസരണത്താൽ നമുക്ക് വേണ്ടി താൻ മരിച്ച പിതാവിൻ്റെ ഹിതം ചെയ്തതുകൊണ്ട് ഒറ്റ ആളുടെ അനുസരണത്താൽ നമ്മൾ ജീവനിൽ വാഴാൻ തുടങ്ങി. ജീവൻ നമ്മിലേക്ക് വരാനായിട്ട് തുടങ്ങി. ഒരു വാക്യം കൂടി, അതിൻ്റെ 19. ഞാൻ പറഞ്ഞ ഇതേ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഏക മനുഷ്യൻ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. വളരെ ശ്രദ്ധിക്കണം. ഏകൻ്റെ അനുസരണത്താൽ, ഏകൻ്റെ അനുസരണക്കേടിനാൽ, ആദാം എന്ന ആദി മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു അല്ലേ? എന്നാൽ ഏകൻ്റെ അനുസരണത്താൽ, യേശു ക്രിസ്തുവിനാൽ അനേകർ നീതിമാന്മാരായി തീരും. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. എവിടെ നിന്നാണ് തുടങ്ങിയേ? യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകാൻ സ്നാനമേറ്റു. അപ്പോൾ യേശു മരിച്ചത് എന്തിനു വേണ്ടിയാ? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. നമ്മുടെ ആ പാപ സ്വഭാവം നമ്മളിൽ നിന്നും മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കർത്താവ് മരിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ ഈ മരിക്കുന്ന സമയത്ത് നമുക്ക് പകരക്കാരനായി യേശു ക്രൂശിൽ തീരുകയല്ലേ? ശരിക്കും ഞാനാണ് യേശുവിനെ
നോടുകൂടെ അല്ലെങ്കിൽ യേശുവിന് പകരം മരിക്കേണ്ടിയിരുന്നത്. എന്നാൽ യേശു എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ആ മരിച്ച ആ ഒരു പങ്ക്, ആ മരണത്തിൻ്റെ പങ്ക് ഞാൻ ചോദിക്കുക, കർത്താവേ അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചില്ലേ, അതിൻ്റെ പങ്ക് എനിക്ക് വേണം. ഹല്ലേലൂയ. അങ്ങയോട് കൂടെ ഞാനും മരിക്കുന്നു. പക്ഷെ കണ്ടോ ഈ മരിക്കുന്നത്? 2000 വർഷം മുമ്പല്ലേ യേശു വന്ന് നമുക്ക് വേണ്ടി മരിച്ചത്? കണ്ടോ? പിന്നെ എങ്ങനെയാ കാണാതെ വിശ്വസിക്കുന്നത്? എബ്രായർക്ക് എഴുതിയ ലേഖനം 11:1 എടുത്തേ. വിശ്വാസം എന്നതോ വായിച്ചു, ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി യേശു മരിക്കുന്നത് ഞാൻ കണ്ടില്ല, ശരിയാണോ? പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്. എന്ത്? യേശു എനിക്ക് വേണ്ടി മരിച്ചു, ഞാനും യേശുവിനൊപ്പം മരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാനില്ലേ? ഇല്ല. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്. ഞാൻ എന്ത് ചെയ്തു? സ്നാനപ്പെട്ട ഒരു വ്യക്തി യേശുവിനോട് മരണത്തിൻ്റെ പങ്കാളിത്തം ചോദിക്കുകയാണ്. യേശുവേ, ഞാൻ അങ്ങയോടുകൂടെ മരിക്കുന്നു, അങ്ങയോടുകൂടെ അടക്കപ്പെടുന്നു. ഇനി ഉയർത്തെഴുന്നേൽക്കുന്നത് ആരായിട്ടായിരിക്കും? ഒരു പുതിയ സൃഷ്ടിയായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഞാൻ എന്നുള്ള വ്യക്തി ക്രിസ്തുവിൽ മരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞാൻ ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് സ്നാനം. ഹല്ലേലൂയ. അപ്പോൾ വെറുതെ വെള്ളത്തിൽ മുങ്ങി എഴുന്നേൽക്കുന്നു, അതല്ല സ്നാനം. സ്നാനപ്പെട്ട വ്യക്തിയുടെ ജീവിതവും പിന്നെ അങ്ങനെയല്ല. യേശു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ താൻ ജീവിച്ചതുപോലെ നമ്മൾ യേശുവിനോടുകൂടെ തൻ്റെ മരണ പുനരുത്ഥാനങ്ങളിൽ ഏകീഭവിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പിന്നീട് ജീവിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ പഴയ മനുഷ്യൻ നമ്മളിൽ ഇല്ല. അവൻ എവിടെ പോയി? ക്രൂശിൽ തീർന്നു. ഹല്ലേലൂയ. ആ പഴയ മനുഷ്യൻ, അവൻ്റെ കഥ ക്രൂശിൽ കഴിഞ്ഞു, പിന്നെ അവൻ ഇല്ല. ഹല്ലേലൂയ. അത് ബാക്കി വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് വായിക്കാം. 6-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം മുതൽ. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായിത്തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പോൾ ഓക്കെ, ഞാൻ യേശുവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ശരി, അടുത്ത. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഇത് ഇത്രയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പോൾ നമ്മൾ പാപത്തിന് ഇനിയും അടിമപ്പെടാതിരിക്കണമെങ്കിൽ വിശ്വാസത്താൽ നമ്മൾ എന്തറിയണം? വിശ്വാസത്താൽ നമ്മൾ എന്ത് വിശ്വസിക്കാനായിട്ട് ഇടയായി തീരണം? എൻ്റെ പഴയ മനുഷ്യൻ, പാപ സ്വഭാവം ഉണ്ടായിരുന്നവൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ അല്ലേ? ഞാൻ തന്നെ അല്ലേ? അത് ആണ്. ആ മനുഷ്യൻ ഇപ്പോൾ എവിടാണ്? ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അപ്പോൾ അവനുണ്ടോ ഇനി? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ അത് അറിയാമായിരുന്നോ എന്ന് ഞാൻ അറിയുന്നു എന്നാ പോലും പറഞ്ഞത്. എൻ്റെ ചോദ്യം നിങ്ങൾക്ക് അറിയാമോ എന്നാ. എനിക്കറിഞ്ഞുകൂടായിരുന്നു. ഹല്ലേലൂയ. പിന്നീട് ഇതെല്ലാം പഠിക്കാനായിട്ട് ഇടയായി തീർന്നത്. ഒരിക്കൽ കൂടെ വായിച്ച്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ, അവിടെ നമ്മുടെ പേരിട്ട് വായിക്കണം. നമ്മുടെ പഴയ മനുഷ്യനെന്ന് വായിക്കരുത്. ഞാൻ അമൃതയുടെ പേരിട്ട് വായിക്കുക. നിങ്ങളുടെ പേരിട്ട് വായിക്കണം. ഹല്ലേലൂയ. ഇപ്പോൾ എൻ്റെ പേരിട്ട് വായിക്കുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേര് വെച്ച് ചേർത്ത് വായിക്കണം. നാം ഇനി അമൃത ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന്
അമൃത അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് ഞാൻ അറിയുന്നു. ഇതല്ലേ കറക്റ്റ് വാക്യം അല്ലേ? നമ്മൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ വേറെ ആരോടോ പറയുന്ന പോലെ വായിക്കരുത്, ഒന്നും മനസ്സിലാവില്ല. അവിടെ എല്ലാം നമ്മുടെ പേര് വെച്ച് നാം അങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ പേര് വെച്ച് ഞാനത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം, എങ്കിലേ ബൈബിൾ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ക്രൂശിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വാസത്താൽ അറിയുന്നു. ഹല്ലേലൂയ. കാണാത്ത കാര്യത്തിൻ്റെ വിശ്വാസം, അതാ വിശ്വാസം. അല്ലാതെ എന്താ നമ്മൾ വിശ്വസിക്കുന്നത്? കാണാത്ത കാര്യം, ഇതല്ലേ കാണാത്ത കാര്യം ആണോ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. അപ്പോൾ ക്രൂശിൽ മരിച്ചത് ഞാൻ കണ്ടില്ലല്ലേ, പക്ഷെ വിശ്വാസം ഉണ്ടല്ലോ, വിശ്വസിക്കുന്നുണ്ടല്ലോ അല്ലേ? വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ പഴയ മനുഷ്യനും അവിടെ കഴിഞ്ഞു. അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ ആരാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ആരാ? നിങ്ങൾ പറയണം. ഞാനിത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ. ഞാൻ മരിച്ചല്ലോ, ഇപ്പോൾ ആരാ ജീവിക്കേണ്ടേ? അപ്പോൾ ഇനി യേശു ജീവിക്കണം എന്നിലൂടെ. അതാണ് ന്യൂ ക്രിയേഷൻ അഥവാ പുതിയ സൃഷ്ടിയുടെ ജീവിതം. ഹല്ലേലൂയ. അതാണ് സ്നാനപ്പെട്ട ഓരോ വ്യക്തിയുടെയും ജീവിതം. എന്നാൽ നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോഴും സഭയ്ക്കകത്ത് നോക്കിയാലും പുറത്തു നോക്കിയാലും ഇന്ന് അങ്ങനെ അല്ല എന്ന് ദുഃഖത്തോടെ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തി പോലും യേശു തന്നിലൂടെ ജീവിക്കുകയാണെന്ന് വിശ്വസിക്കുകയോ അങ്ങനെ ജീവിക്കുകയോ ചെയ്യുന്നില്ല. അതിൻ്റെ ദോഷം എന്താണെന്ന് ഞാൻ പറയട്ടെ. സ്റ്റിൽ പാപം അവനെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അവൻ മരിച്ചു ജീവിക്കുന്നില്ലാത്തത് കൊണ്ട് പാപം എന്ത് ചെയ്യും? വീണ്ടും വന്ന് അവനെ ദാസനാക്കും. മനസ്സിലാവുന്നുണ്ടോ? പഴയ മനുഷ്യൻ നിങ്ങൾ കളഞ്ഞില്ലെങ്കിൽ അതിൻ്റെ കുഴപ്പം എന്താ? പഴയത് ആരുടെ അവകാശമാണ്? പിശാചിൻ്റെതാ. എൻ്റെ ജീവിതത്തിൽ ഭയങ്കര പോരാട്ടമാണ്, പിശാചിൻ്റെ പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ആ പഴയ മനുഷ്യനെ ഇതുവരെയും കളഞ്ഞിട്ടില്ല. അവൻ ഇരിക്കുന്നതുകൊണ്ട് എന്ത് വരും? പിശാച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം അവൻ്റെതുണ്ടല്ലോ. നമ്മൾ ഈ അടുക്കളയിലൊക്കെ വേസ്റ്റ്, കമ്പോസ്റ്റ് അല്ലെ വേസ്റ്റ് എന്ന് പറയും, നമ്മളൊരു ബാസ്ക്കറ്റിലിട്ട് വെച്ചിരുന്നാൽ അവിടെ ഈച്ച വരും. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ പഴത്തിൻ്റെ വേസ്റ്റ്. ഞാനിവിടെ ഇട്ട് വെച്ചേക്കുമ്പോൾ ഈച്ച വരുമോ? കുറേ ആയിട്ട് എടുത്ത് കളയാം എന്ന് നമ്മൾ വിചാരിക്കും. ഈച്ചയെല്ലാം വിരട്ടി ഓടിക്കും. കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ വീണ്ടും ഈച്ച. ചേട്ടാ ഇപ്പോൾ ഓടിച്ചു വിട്ടേലേ ഉള്ളൂ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ ബാസ്ക്കറ്റിൽ ഈ പഴത്തിൻ്റെ തൊലി എല്ലാം കൂടെ കിടക്കുന്നതുകൊണ്ടാണ് ഈച്ച വന്നത്. അങ്ങനെ ബാസ്ക്കറ്റിലുള്ളതെല്ലാം കൊണ്ടുപോയി തട്ടി ബാസ്ക്കറ്റിനെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഞാൻ കൊണ്ടുപോയി വെച്ചപ്പോൾ ഒരു ഈച്ചയും ഇല്ല. മനസ്സിലായോ? ഇനി പറഞ്ഞ എന്താണെന്ന് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളിൽ ഈ പഴയത് ഇങ്ങനെ ചീഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഈ സ്മെല്ല് തട്ടിയിട്ട് ഇവന്മാരെല്ലാം കയറി വരുന്നത്. കാരണം അവൻ്റെത് ഇരിക്കുക. ഈച്ചയെ വരട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ വെറുതെ ഈച്ചയെ വരട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്താൽ മതിയായിരുന്നു? വേസ്റ്റിനെ കൊണ്ട് കളഞ്ഞാൽ മതിയായിരുന്നു ആദ്യമേ. അതുപോലെ നമ്മളിൽ ഒരു ഉപയോഗം ഇല്ലാത്തതാണ് ഈ പഴയ മനുഷ്യനെന്ന് പറയുന്നത്. അവനിൽ മുഴുവനും ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. എല്ലാവരും അങ്ങനെ തന്നെയാട്ടോ. ഇപ്പം ഞാനങ്ങ് വന്ന ഉടനെ ഒരു വിശുദ്ധയായിട്ടൊന്നും ഈ ഭൂമിയിൽ അങ്ങനെയൊന്നും ജനിക്കാൻ പറ്റില്ല, ഒരു മനുഷ്യനും പറ്റില്ല. ക്രിസ്തുവിനെ അറിഞ്ഞ ശേഷം മാത്രമേ പടിപടിയായി അവൻ എന്ത് ചെയ്യുള്ളൂ? ആത്മാവിൽ വളരുന്നുള്ളൂ. അതിനനുസരിച്ച് മാത്രമേ നമ്മുടെ ഈ പഴയ മനുഷ്യനെ നമുക്ക് പുറത്തേക്ക് തള്ളി കളയാൻ പറ്റൂ. വേസ്റ്റ് തള്ളുന്ന പോലെ പുറത്തേക്ക് തള്ളി നമുക്ക് കളയാൻ പറ്റൂ. അതിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മൾ ആത്മാവിൽ വളരുന്നതും ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലൂടെ പ്രകടമാകുന്നതും. നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം ഒന്നും പറയാൻ പറ്റുന്നില്ല, അതിന് വേറെ വാക്യങ്ങളിൽ ചാടിപ്പോവുകയാണ്. ഇതാണ് എനിക്ക് പറയേണ്ടത്. സ്നാനം എന്തായാലും ഇതുകൂടെ വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം നമ്മൾ 1 മുതൽ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ, എഫേസ്യർ 2 എടുത്തെങ്കിൽ വായിച്ചോളൂ. അതിക്രമങ്ങളാലും പാപങ്ങളാലും എന്ന് തുടങ്ങുന്ന ഒരു ഭാഗം കാണും. പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നമ്മൾ മുൻപേ ഈ ലോകത്തിൻ്റെ കാലഗതിയിലും ആകാശത്തിൻ്റെ അധികാരത്തിനെയും
ആ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ആ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആ ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള ആ വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തരത്തെ ആ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിനും ആ ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് മതി സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. ഇത്രയും വായിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? അവിടെയാണ് ഒരു ഫുൾ സ്റ്റോപ്പ് വന്നത്. ഇത്രയും വലിയൊരു വാക്യം പോലെയാണ്. എന്തേലും മനസ്സിലായോ? ഇല്ല. ഇപ്പോൾ പറഞ്ഞു തരാം, വളരെ ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞ ആ പഴയ മനുഷ്യൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അതിക്രമങ്ങളാലും പാപത്താലും അവനാണ് മരിച്ചവൻ. പുതിയ സൃഷ്ടിയല്ല, മരിച്ചവനായിരുന്നു അവൻ, മരണപ്പെടേണ്ടവനാണ്. അപ്പോൾ ആത്മാവിൽ അന്ന് നമുക്ക് എന്തില്ല? ജീവൻ ഇല്ലായിരുന്നു. അപ്പോൾ ആത്മാവിൽ ജീവൻ ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും ആത്മാവിൽ നിന്ന് കേൾക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പിന്നെ അവൻ എങ്ങനായിരിക്കും കേട്ട് ചെയ്യുന്നത്? അവൻ്റെ മനസ്സും അവൻ്റെ ശരീരവും പറയുന്നത് കേട്ട്. അപ്പോൾ അവൻ്റെ മനസ്സും ശരീരവും ആര് പറയുന്നതാണ് പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്? ആത്മാവ് പറയുന്നില്ലല്ലോ. സ്വന്തം മോഹങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും ഒരുവൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ പിശാചിൻ്റെ വളരെയേറെ സ്വാധീനമുണ്ട്. കാരണം ഇന്ന് ഈ ലോകം മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? പിശാച. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വായിക്കുന്നത്, അവയിൽ നിങ്ങൾ മുൻപേ, നമ്മൾ, നിങ്ങളെന്ന് വായിക്കുമ്പോൾ നമ്മളെന്ന് അവിടെ വായിക്കണം. ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നടന്നു. അപ്പോൾ നമ്മളെല്ലാം ഈ ലോകത്തിൻ്റെ പോക്കനുസരിച്ച് ജീവിച്ചു. ആകാശത്തിലെ അധികാരം എന്തുവാ? പ്രിൻസ് ഓഫ് എയർ. ആരാണവൻ? പിശാച. ഹല്ലേലൂയ. പിശാചിൻ്റെ അധികാരത്തിൽ അവൻ്റെ ആത്മാവിനെയും അനുസരിച്ച് നടന്നു. അപ്പോൾ ഇന്ന് യേശുവിനെ അറിയാതെ നടക്കുന്ന മക്കളെല്ലാവരും തന്നെ, ആത്മാവിൽ നിന്ന് കേൾക്കാത്തവരെല്ലാം തന്നെ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഇതുവരെയും അനുസരണത്തിലേക്ക് വന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലേക്ക് വരാത്ത എല്ലാ മക്കളും എങ്ങനെയാണ് നടക്കുന്നത്? ആകാശത്തിൽ അധിപതിയായിരിക്കുന്ന ഈ പിശാചിൻ്റെ ആത്മാവിനാലാണ് അവരെന്ത് ചെയ്യുന്നത്? എല്ലാവരും നയിക്കപ്പെടുന്നത്. നമുക്കത് ഇംഗ്ലീഷിലൊന്ന് വായിച്ചു നോക്കാം, കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവും. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ 3-ാം വാക്യം, The corruption that was in us from birth was expressed through the deeds and desires of our self-life. നമ്മളിൽ കിടക്കുന്ന ഈ കറപ്ഷൻ ഉള്ള നേച്ചർ എങ്ങനെയാ പുറത്തു വന്നേ? നമ്മുടെ പ്രവൃത്തി കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം വിചാരങ്ങളും ചെയ്യുവാൻ നമ്മൾ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കറപ്റ്റഡ് ആയതുകൊണ്ടാണ്, തെറ്റിപ്പോയത് കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകത്തെ എല്ലാ മനുഷ്യരെയും നമ്മളൊന്ന് നോക്കിക്കേ. പല പല റിലീജിയൻ ഇന്നുണ്ടല്ലേ, പല മതങ്ങളുണ്ട്. അതിനകത്ത് എല്ലാ മനുഷ്യരും അവർ ദൈവങ്ങളെന്ന് പറയുന്നവരെ വിശ്വസിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ അവർക്ക് ഈ പാപ സ്വഭാവത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയുമോ? ഹല്ലേലൂയ. കുറച്ച് ആൾക്കാരുണ്ട് ദൈവം ഇല്ലെന്ന് പറയുന്നവരുണ്ട്, നിരീശ്വരവാദികളുണ്ട്. ദൈവം ഇല്ല. ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഈ ലോകത്ത് സംഭവിക്കുമോ? അനർത്ഥങ്ങൾ സംഭവിക്കുമോ? ഹോസ്പിറ്റൽസ് വേണമോ? മിലിറ്ററി വേണമോ? ഇങ്ങനെയൊക്കെയാണ് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. പക്ഷെ അവർക്ക് അറിഞ്ഞൂടാത്ത ഒരു കാര്യം കൂടെ ഉണ്ട്. ദൈവം മാത്രമല്ല, പിശാചും ഉണ്ട്. അതാ ഇതെല്ലാം ഉള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ മനുഷ്യർക്കൊന്നും അറിയാത്ത ഒരു കാര്യമുണ്ട്. യേശുവിലൂടെ അല്ലാതെ എൻ്റെ കറക്റ്റായിപ്പോയ, തെറ്റിപ്പോയ എൻ്റെ ഒരു ക്യാരക്ടറിനെ എനിക്ക് ദൈവത്തിനു തുല്യമായ ഒരു സ്വഭാവമാക്കി ഒരിക്കലും കൊണ്ടുവരാനായിട്ട് സാധ്യമല്ല. എൻ്റെ ആത്മാവിനെ ജീവിപ്പിക്കാൻ യേശുവിനല്ലാതെ ആർക്കും കഴിയുകയുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഈ ലോകത്ത് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന് വേണ്ടി മരിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ വായിച്ചത്, ഒരാൾക്ക് വേണ്ടിയും ഒരാൾ മരിക്കാനായിട്ട് തയ്യാറാകത്തില്ല. ശരിയാണോ? സർവ്വലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി മരിച്ച വേറെ ആരുണ്ട്?
ആരും. ഹല്ലേലൂയ. നമുക്ക് ആ എഫേസ്യറിലാണ് ഇപ്പം നിൽക്കുന്നത്. നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനത്തിലോട്ട് വരാം. ഇവിടെ കൂടെയൊക്കെ കുഴഞ്ഞു മറിഞ്ഞ് ഇനി അവിടെ എത്താൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. റോമർക്ക് എഴുതിയ ലേഖനം 5 വരാം. അതിൽ നമ്മൾ വായിക്കുന്നത് 6 വാക്യത്തിൽ വായിക്കുന്നത്, നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിക്കാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നീതിമാനു വേണ്ടി ആരും മരിക്കത്തില്ല. നിങ്ങൾ നല്ല നീതി ചെയ്യുന്ന ഒരാളാണ്, ഒരു തെറ്റുപോലും ചെയ്യില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി ഒരാളങ്ങ് മരിക്കുമോ? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയും മരിക്കില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഗുണത്തിന് വേണ്ടി, എനിക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമായിരിക്കും ആ മനുഷ്യനിൽ നിന്നെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മരിക്കാൻ ഒരു വ്യക്തി തയ്യാറാവുമായിരിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ പാപിയായ ഒന്നിനും കൊള്ളാത്ത ഒരാൾക്ക് വേണ്ടി ആരെങ്കിലും മരിക്കാൻ പോവുമോ? ഇല്ല. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. പിശാച് നമ്മളെ പാപത്താൽ വാണു, അല്ലേ? നമ്മളെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി താൻ മരിച്ചു. അതിനൊരു കാരണം കൂടിയുണ്ട്. എന്താ? ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മളെ ദൈവം കണ്ടു, നമ്മളെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. അത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1 അധ്യായത്തിലാണ്. അത് പറയാൻ പോയാൽ ഇപ്പം ഇത് പറയാൻ പറ്റില്ല, അത് വേറൊരു ദിവസം പറയാം. ലോകസ്ഥാപനത്തിനു മുമ്പേ, ബിഫോർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ വേൾഡ് എന്ന് നമുക്കവിടെ കാണാം. അതിനു മുമ്പേ തന്നെ കർത്താവ് നമ്മളെ കണ്ടു, നമ്മളെ സ്നേഹിച്ചു, നമ്മളെ തിരഞ്ഞെടുത്തു. ഒരു പിശാചിനും വിട്ടുകൊടുക്കാനായിട്ട് നമ്മുടെ അപ്പൻ തയ്യാറല്ല. ഹല്ലേലൂയ. ആ വലിയ സ്നേഹമാണ്. നമ്മളെ ഓർക്കേണ്ടതിന് നമ്മൾ എന്താ? ഒന്നുമല്ല. ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് ക്രൂശിൽ താൻ പ്രദർശിപ്പിച്ചത്. അപ്പോൾ നമ്മൾ വിശ്വാസത്താൽ അറിയുന്നു. എന്തറിയുന്നു? പാപിയായിരുന്ന എൻ്റെ ജഡമനുഷ്യൻ യേശുവിനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു പുതിയ ജീവനാ. പഴയത് പോയില്ലേ? പോയി. അപ്പോൾ ഒരു വ്യക്തി സ്നാനപ്പെടുമ്പോൾ, വെള്ളത്തിനടിയിലേക്ക് മുങ്ങുമ്പോൾ അവനൊരു കാര്യം ഓർത്തിട്ട് മുങ്ങണം. എന്താ? ഞാൻ മരിക്കുക. മരിക്കാൻ ആരെങ്കിലും റെഡിയാണോ? സ്നാനപ്പെടുന്നത് ആൻറ്റി, സ്നാനപ്പെടുന്നത് തങ്കം ആൻറ്റി എന്ത് പറയുന്നു? മരിച്ചിട്ട് പുതിയൊരു ജീവിതം അല്ലേ? ആണോ? ഭയങ്കര സന്തോഷം ആൻറ്റി. ആൻറ്റി സ്നാനപ്പെടണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. സ്തോത്രം. അപ്പോൾ സ്നാനപ്പെട്ട ഒരു ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ്. ശരിക്കും ഞാനതൊക്കെ മനസ്സിലാക്കിയിട്ട് സ്നാനപ്പെട്ടപ്പോൾ ഞാൻ അനുഭവിച്ച സന്തോഷം എന്ന് പറയുന്നത് വലുതായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. അയ്യോ, ഞാൻ മരിക്കാൻ പോവുക, ഇനി ഒരു പുതിയ സൃഷ്ടിയായിട്ടുള്ള ജീവിതം എന്നൊക്കെ പറയുന്നത് എനിക്ക് സന്തോഷമായിരുന്നു. നിങ്ങൾക്ക് വിഷമമുണ്ടോ? ഇല്ല. ഒരിക്കൽ കൂടെ സ്നാനപ്പെട്ടാലൊന്ന് വെറുതെ വെറുതെ. ഹല്ലേലൂയ. തോന്നും. അപ്പോൾ വെള്ളത്തിനടിയിലേക്ക് ഒരു വ്യക്തി ഇറങ്ങിപ്പോകുമ്പോൾ മരണവും ക്രിസ്തുവിനോടുകൂടെയുള്ള അടക്കവും എല്ലാം അവിടെ കഴിഞ്ഞു. ഇതെല്ലാം കണ്ടിട്ടാണ് നമ്മൾ വെള്ളത്തിനകത്തേക്ക് ഇറങ്ങുന്നത്. ഹല്ലേലൂയ. തിരിച്ചെഴുന്നേൽക്കുന്നത് ഞാനല്ല. ഹല്ലേലൂയ. ക്രിസ്തു എന്നിൽ എഴുന്നേൽക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ ജീവിക്കുന്നത് അമൃതയല്ല, യേശു എന്നിലൂടെ ജീവിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആ വിശ്വാസം നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ വിശ്വാസത്താൽ അറിഞ്ഞു. എൻ്റെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, ഇതാ ഞാൻ പുതുതായി തീർന്നു. ഇനി എൻ്റെ ഓരോ ചുവടും യേശു വയ്ക്കുന്നത് പോലെ. ഹല്ലേലൂയ. അത് നമ്മൾ വിശ്വസിച്ചാലേ നമുക്കങ്ങനെ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? എത്രയോ കാലം കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ സ്നാനപ്പെട്ടിട്ട് കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറ്റിയിട്ടില്ല ഇതുവരെയ്ക്ക്. മുഴുവൻ 100% അങ്ങനെ ജീവിക്കാൻ യേശു ജീവിക്കുന്ന പോലെ പറ്റിയിട്ടില്ല. ഞാൻ ഓൺ ദ വേ ആണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രത്തോളം പറ്റിയെന്ന് നിങ്ങൾ അനലൈസ് ചെയ്യണം. മനസ്സിലായോ? അതിനായി പറഞ്ഞു തരുന്നേ. സ്നാനപ്പെട്ട് കഴിഞ്ഞ ഒരു സഹോദരങ്ങൾ, നിങ്ങളെ കുറ്റം വിധിക്കാനോ അങ്ങനെ ജീവിച്ചില്ലെന്ന് പറയാനോ ഒന്നുമല്ല. അതിന് ഞാനിപ്പോൾ യേശു അല്ലല്ലോ. കർത്താവ് എന്നിലൂടെ പ്രകാശിക്കുന്നത് കൊണ്ട് ദൈവം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. എത്രയോ കാലമായി നമ്മൾ സ്നാനപ്പെട്ടിട്ടും എന്ത് ചെയ്യുന്നില്ല? നമുക്ക് അങ്ങനെ ഒരു ജീവിതം, ആ ഒരു ആത്മാവിനാലെ നിറഞ്ഞ ഒരു ജീവിതം മുഴുവനായിട്ട് നമുക്ക് പോസിബിൾ ആകുന്നില്ല. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ഹല്ലേലൂയ.
നമ്മളെല്ലാം അതിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുവൻ പോലും ഞാൻ എല്ലാമായെന്ന് പറയാൻ പറ്റില്ല. പൗലൂസ് പോലും പറഞ്ഞു, മൂന്നാം സ്വർഗത്തോളം താൻ എടുക്കപ്പെട്ട പൗലൂസ് പറയുകയാണ്, ഞാൻ എല്ലാം തികഞ്ഞവനായെന്നോ എല്ലാം നേടിയെന്നോ അല്ല. അങ്ങനെ ആർക്കും പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ യേശുവിനെ ഓരോ ദിവസവും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കും തോറും എത്ര ആഴമാ അതിന്. ഹല്ലേലൂയ. ഞാൻ ഓർക്കും, കർത്താവേ, അറിഞ്ഞിട്ടും തീരുന്നില്ലല്ലോ. ചില കുഴിച്ചാലും തീരുന്നില്ലെന്ന് പറയുന്ന പോലെ. ഹല്ലേലൂയ. ഇത് അറിഞ്ഞിട്ടും തീരാത്ത പോലെ സോ ഡീപ്പാണ് ദൈവത്തിനെ നമ്മൾ അറിയുക എന്ന് പറഞ്ഞാൽ. അത് ഓരോ ദിവസവും കർത്താവിൻ്റെ കൂടെ ചേർന്ന് നടക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ഒരു പാപിയെ പോലും ദൈവം വെറുക്കുന്നില്ല, പാപത്തെയാണ് വെറുക്കുന്നത്. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ദൈവം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ പാപത്തെ ദൈവം വെറുക്കുന്നു. അപ്പോൾ നമ്മുടെ ഓരോ ജീവിതത്തിൽ നമ്മളൊരു വാക്ക് പറയുമ്പോഴും നമ്മളത് ശ്രദ്ധിക്കണം. സ്നാനപ്പെട്ട ഒരു വ്യക്തി അയ്യോ, ഞാനിപ്പോൾ പഴയ ആളല്ല, യേശു എന്നിലൂടെ ജീവിക്കുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞാൽ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ആയിരിക്കുമോ താൻ റിയാക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടേ നമുക്ക് പറയാൻ പറ്റൂ. ഓരോ വിഷയത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ യേശു ആയിരുന്നെങ്കിൽ ഈ സ്ഥാനത്ത് എങ്ങനെ തീരുമാനിക്കുമായിരുന്നു? നമുക്ക് സ്വയം കഴിയില്ല. അതിനാണ് നമ്മുടെ ഉള്ളിൽ ആരുള്ളത്? വാഗ്ദത്തത്തിൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. നമുക്ക് ദൈവം ഒരു ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് തന്നിരിക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ പറ്റില്ലെന്ന് തോന്നിയാൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയെ സഹായിക്കാൻ മനുഷ്യരല്ല വരുന്നത്, ദൂതന്മാരും പരിശുദ്ധാത്മാവുമാണ്. ഹല്ലേലൂയ. എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു? എൻ്റെ സഹായം ആകാശത്ത് ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ സഹായം ഒരു മനുഷ്യനിൽ നിന്നും വരികയില്ല. സിസ്റ്റർ അമൃത, നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല. എന്ത് സഹായിക്കാനായിട്ടല്ലേ മനുഷ്യനായ ഞാൻ? ഒന്നിനും എനിക്ക് പറ്റില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ സഹായം ദൈവത്തിങ്കൽ നിന്നാണ് വരുന്നത്. ഹല്ലേലൂയ. വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ ഉള്ളിൽ യേശു തന്നെ ജീവിക്കുക നിങ്ങളുടെ ഉള്ളിലുണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും പുറത്തേക്ക് നോക്കരുത്, അകത്തേക്ക് നോക്കണം. അവിടെയാണ് നിങ്ങളുടെ പ്രകാശം. എഴുന്നേറ്റ് പ്രകാശിക്കാം. നിങ്ങളുടെ പ്രകാശം വന്നിരിക്കുന്നു. പ്രകാശം ആരാ? യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. ആ വെളിച്ചം എൻ്റെ ഉള്ളിലാവുള്ളത്. ഏതിരുളടഞ്ഞ പ്രശ്നത്തിൻ്റെ നടുവിൽ നിങ്ങളായിരുന്നാലും യേശു നിങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം കാലം അത് പ്രകാശഭരിതമായി മാറും. ഒരു ഇരുട്ടിനും നിങ്ങളെ മൂടാൻ പറ്റില്ല. ഇരുട്ടെന്ന് പറയുമ്പോൾ ഈ ഭൂമിയിലുള്ള ഇരുട്ടല്ല, പൈശാചികമായ ഒരു ഇരുട്ടിനും നിങ്ങളെ മൂടിക്കളയാനായിട്ട് പറ്റത്തില്ല. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, അപ്പോൾ സ്നാനത്തിൽ നമ്മൾ മരിച്ചടക്കപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു അല്ലേ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യമോ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. അപ്പോൾ നമ്മൾ ക്രിസ്തുവിനോടുകൂടെ എല്ലാവരും ഉയർത്തെഴുന്നേറ്റവരാ അല്ലേ? സ്നാനപ്പെടാത്തവർ സ്നാനപ്പെടണം. അപ്പോൾ ഓക്കെ, ആ എക്സ്പീരിയൻസ് നമുക്ക് വരും. നമ്മുടെ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ് സ്നാനം എന്ന് പറയുന്നത് കേട്ടോ. പരസ്യമായി നമ്മളത് ഡിക്ലെയർ ചെയ്യുന്നതാണ് സ്നാനം. അപ്പോൾ വളരെ ശ്രദ്ധിച്ചേ. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടേ? എന്ത് ചെയ്യണം? പോയോ? ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. ഹല്ലേലൂയ. അപ്പോൾ സ്നാനപ്പെട്ട ഒരു വ്യക്തിയുടെ ചിന്താമണ്ഡലം മാറണം അല്ലേ? വേണ്ടേ? നമ്മൾ ഇതുവരെ ഭൂമിയിലുള്ളതായിരുന്നു ചിന്തിച്ചിരുന്നത്, ആകുലപ്പെട്ടിരുന്നത്. ഭൂമിയിലുള്ളതിന് വേണ്ടിയായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞതുപോലെ ആകാശത്തിൻ്റെ അധിപതിയായവന് കീഴിലായിരുന്നപ്പോൾ നമ്മുടെ ജഡത്തിനും നമ്മുടെ മനസ്സിനും ഇഷ്ടമുള്ളതെല്ലാം നമ്മൾ അന്വേഷിച്ചു, നമ്മൾ ചെയ്തു, അങ്ങനെ നടന്നു. പക്ഷെ ഇപ്പോൾ പ്രസന്റ്ലി നമ്മൾ യേശുവിനോടുകൂടെ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നതുകൊണ്ട് ഇനി നമ്മൾ ഭൂമിയിലുള്ളതല്ല അന്വേഷിക്കേണ്ടത്, ഭൂമിയിലുള്ളതല്ല ചിന്തിക്കേണ്ടത്, ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയും ഉയരത്തിലുള്ളത് ചിന്തിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ചിന്ത മാറണം അല്ലേ? നമ്മുടെ മൈൻഡ് സെറ്റിംഗ് മുഴുവൻ മാറ്റുവാണ്. ഹല്ലേലൂയ. ചിന്ത മാറണം.
ചിന്താമണ്ഡലം ഭയങ്കര ഒരു പ്രശ്നമാണ്. ദൈവത്തിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയാത്തതിൻ്റെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏറ്റവും പ്രധാന പ്രശ്നം നമ്മുടെ ചിന്തകളാണ്. ടി വി ഒക്കെ വെക്കുമ്പോൾ നമുക്കറിയാം ഓരോ ചാനലിനും ഓരോ ട്യൂണിങ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ചില സമയത്ത് ട്യൂണിങ് ശരിയായില്ലെങ്കിൽ ഗ്രെയിൻസ് മാത്രമേ കാണൂ, പിക്ചർ കാണത്തില്ല അതിനകത്ത്. ഇപ്പോഴെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നല്ലേ, ഓരോ ചാനൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ വരും. മുമ്പെയുള്ള ടി വിയിലൊന്നും അങ്ങനെ ഇല്ല അല്ലേ. എൻ്റെ കുഞ്ഞു കാലത്തൊക്കെ ഉള്ള ടി വിയിലെല്ലാം നമ്മളിങ്ങനെ പിടിച്ചു അതിനെ കറക്കി ട്യൂൺ ചെയ്താലേ വരൂ. ആദ്യമൊക്കെ ഓർമ്മയുണ്ട്. ഇപ്പോൾ ഉള്ള ആർക്കും അറിയാനായിട്ട് സാധ്യതയില്ല. ഇപ്പോൾ എല്ലാം ഇങ്ങനെ ഞെക്കി ടിക്കൊരു ഞെക്കല്ല് സൂര്യ ടി വി, അടുത്ത ഞെക്കല്ല് ഏഷ്യാനെറ്റ്, വേറെ എന്തോന്നൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്. ഒത്തിരി പവർ വിഷൻ, പിന്നെ എന്തോന്ന് മന്ന ടി വി അല്ലേ, അങ്ങനെ കുറേ ഉണ്ട്. അത് ഓരോരോ സ്വിച്ച് ഞെക്കുമ്പോൾ ഈ ചാനൽ നമ്പർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ നമ്പറിൽ കറക്റ്റ് ഫ്രീക്വൻസി ഉണ്ട്. അതുകൊണ്ട് നമ്മളത് ഒരു ഒറ്റ സ്വിച്ച് പ്രസ് ചെയ്താൽ മതി, അത് വന്നോളും. ഹല്ലേലൂയ. അപ്പോൾ ഇത് മുമ്പിലത്തെ ടി വിയിലാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ കറക്കി വന്നു പോയി ഇങ്ങനെ നമ്മൾ കിടന്ന് ഈ ഞെക്കി കറക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഒക്കെ ആയിരുന്ന സമയത്ത് എൻ്റെ കുഞ്ഞു നാളിൽ എന്താണ് ടി വി ഒക്കെ ആദ്യമായിട്ടൊക്കെ കാണുന്നത്. അന്ന് പെട്ടി പോലത്തെ ടി വി ഒക്കെയാണ്. അപ്പോൾ ഒന്നും പെട്ടിയൊന്നുമില്ല, എല്ലാം നല്ല സ്മൂത്ത് ടി വിയാണ്. ഹല്ലേലൂയ. സോ അപ്പോൾ അത് പറഞ്ഞു, അതിൻ്റെ വഴിക്ക് പോയല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ട്യൂണിങ്ങിനെ കുറിച്ചാണ്. നമ്മുടെ ഈ ചിന്ത ഒത്തിരി ആകുമ്പോൾ ഈ ഗ്രെയിൻസ് പിടിച്ചതുപോലെ ഇരിക്കും നമ്മുടെ മനസ്സ്. ഒരു പിക്ചറും വരത്തില്ല, ഒരു സൗണ്ടും കേൾക്കത്തില്ല, മുഴക്കം, എല്ലാം അടിച്ചു പോയതുപോലെ. അങ്ങനെയല്ലേ നമ്മുടെ മനസ്സിരിക്കുന്നത് ഇന്ന് അനേകം പേരെ. ഒത്തിരി പേരെയൊക്കെ കൗൺസിൽ ചെയ്യാനൊക്കെ ദൈവം ഈ നാളുകളിൽ എന്നെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം എനിക്ക് മനസ്സിലാകുന്നത് അവരെന്ന് ചിന്തകളാൽ അങ്ങ് ഭാരപ്പെടുക. അപ്പോൾ പിശാച് ഇവനെ ചിന്തയിട്ട് ഞാൻ ഗ്രെയിൻസ് ആക്കി മാറ്റിയല്ലോ. വചനം പഠിക്കുന്നതും കയറുന്നില്ല, ഈ കേൾക്കുന്നതും കയറുന്നില്ല, വായിക്കുന്നതും മനസ്സിനകത്ത് കയറുന്നില്ല. മൊത്തം ചിന്ത. എന്ത് ചിന്തയാണ്? ഭൂമിയിലുള്ളത് ചിന്ത. അതുകൊണ്ട് വചനം പറയുന്നു, നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റെങ്കിൽ സ്നാനപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം? ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഉയരത്തിലുള്ളത് ചിന്തിക്കണം. വചനം ഉയരത്തിൽ എന്തായിരിക്കുന്നേ? വചനമായവനല്ലേ. വചനം വായിക്കണം, അത് ചിന്തിക്കണം, അത് ധ്യാനിക്കണം. ഹല്ലേലൂയ. ഉയരത്തിലുള്ള വ്യക്തിയുടെ ജീവിതം വ്യത്യസ്തമാണ്. നമ്മളിപ്പോൾ ഈ ഭൂമിയിലല്ല ഇരിക്കുന്നത്, ഉയരത്തിലാണ്. ശരിയാണോ? നമ്മൾ യേശുവിനോട് കൂടിയാണ്. അത്രയും കൂടെ പറഞ്ഞിട്ട് നിർത്തുക. ഇത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. നമ്മൾ കേൾക്കാൻ മന്ദതയുള്ളവരായതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര പ്രാവശ്യം പറഞ്ഞാലും ഒന്നുമില്ല. നിങ്ങൾ അതനുസരിച്ച് അങ്ങനെ ജീവിക്കുമ്പോൾ കർത്താവ് നോക്കുമ്പോൾ എൻ്റെ മക്കൾ ദാണ്ടെ എൻ്റെ വചനപ്രകാരം ജീവിക്കുന്നു, എന്തൊരു സന്തോഷമാവുമല്ലേ എൻ്റെ അപ്പന്. കർത്താവിനോട് ഞാൻ പറഞ്ഞു, അപ്പ ഇത് പഠിപ്പിക്കാൻ വലിയ പാടാ, കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ബോറാണ്, പഠിപ്പിക്കുന്ന എനിക്കും ചിലപ്പോൾ എന്താണെന്ന് ചില സമയത്ത് പിടുത്തം കിട്ടുന്നില്ല. ഇതൊക്കെ പഠിപ്പിക്കണോ? കർത്താവ് പറഞ്ഞു, ഇതാ പത്യവചനം, ഇതാ ഇന്ന് പഠിപ്പിക്കേണ്ടത്, ഇതാ ഇന്ന് പഠിപ്പിക്കാത്തത്. ഹല്ലേലൂയ. ഇത് പത്യവചനം എന്ന് പറയും. നമ്മൾ ഈ പത്യം നോക്കുക എന്നൊക്കെ പറയില്ലേ, ആയുർവേദ മരുന്ന് കുടിക്കുമ്പോൾ ഈ പത്യം നോക്കി കുടിച്ചാലേ ഫലിക്കുള്ളൂ എന്ന് പറയും. അതുപോലെ ഇച്ചിരി കയപ്പാണ് ഈ പത്യവചനം. നമുക്ക് പതുക്കെ ഇതിങ്ങനെ മനസ്സിലാകത്തുള്ളൂ, അകത്തോട്ട് കയറത്തുള്ളൂ. ഹല്ലേലൂയ. പക്ഷെ മനസ്സിലാക്കി നിങ്ങൾ ഇത് പ്രകാരം നമ്മുടെ ജീവിതം ക്രമീകരിക്കുകയാണെങ്കിൽ പിശാച് നോക്കി പറയും, ഇവൻ ദൈവത്തിൻ്റെ മകൻ. അവൻ പറയും, യേശു വന്നപ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനെന്ന് പിശാച് പറഞ്ഞ പോലെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്നാ പിശാച് ചോദിക്കും. കാരണം നമുക്കും പിശാചും തമ്മിൽ ഒരു ഡീലും ഇല്ല. യേശുവിനെ ക്രൂശിലേക്ക് കൊണ്ടുപോകാൻ പിടിക്കാൻ വന്നവരുടെ അടുത്ത് പിടിക്കാനായിട്ട് ചേകവർ വരുമ്പോൾ കർത്താവ് പറയുക, ഇതാ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യമില്ല, അവന് ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. കാരണം പാപത്തിന് യേശുവിൽ സ്ഥാനമില്ല, അതുകൊണ്ട് പിശാചിന് സ്ഥാനമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ജീവിതം ക്രമീകരിച്ചാൽ നമ്മുടെ ജീവിതം മാറും, നമ്മുടെ ജീവിതം പ്രോസ്പർ ആവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. ഇതൊക്കെ വചനത്തിലെ സത്യങ്ങളാണ്. ഓക്കെ, എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ പോയി. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച്, ആ ഭാഗം ഒന്ന് വായിക്കാമോ? കൊലോസിയർ 3:2-3 ആയിരിക്കും. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ, അതാ വേണ്ടത് വാക്യമുണ്ട്. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അപ്പം നമ്മൾ മരിച്ചു. പറഞ്ഞേ,
അമൃത മരിച്ചു. നിങ്ങൾ നിങ്ങളുടെ പേര് പറഞ്ഞേ. മരിച്ച് എൻ്റെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ. പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ പിള്ളേരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കും പോലെ ഇതായിപ്പോന്നു. ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞാട്ടെ, ഞാൻ മരിച്ച് എൻ്റെ ജീവൻ യേശുവിനോട് കൂടെ ദൈവത്തിൽ. ഹല്ലേലൂയ. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചേ. ഇത് ചിന്തിക്കാനുള്ള സമയം തരും, ഉറങ്ങാനല്ല. നിങ്ങളൊന്ന് ചിന്തിക്കാൻ പോവുക. ഞാൻ മരിച്ച് എൻ്റെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞ് ഇരിക്കുന്നു. ഹല്ലേലൂയ. കണ്ടോ നിങ്ങളെല്ലാവരും? ഇപ്പോൾ അപ്പം ഞാൻ എവിടെ ഉണ്ട്? എവിടെയാണ് ഞാനിപ്പോൾ? സ്വർഗത്തിൽ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരാ പിന്നെ? എന്താണ്? ജഡമൊന്നോ? അയ്യോ, എത്ര ഭയങ്കര റെവലേഷനുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എൻ്റെ ജഡം ആത്മാവ് സ്വർഗത്തില. ഹല്ലേലൂയ. അപ്പോൾ എന്നിലൂടെ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആരാ? ക്രിസ്തു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് യേശുവാ നമ്മളിലൂടെ വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറും. നിങ്ങൾ അനേകർക്ക് വെളിച്ചമായി തീരും. ഇനി നമ്മൾ സ്വർഗത്തിൽ തന്നെയാണ് ഇരിക്കുന്നതെന്നുള്ളത് ഒരു വാക്യം കൂടെ എങ്കിലും പുതിയതായിട്ട് ഇന്ന് വായിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അതൊന്ന് വായിച്ചിട്ട് ഞാൻ നിർത്തുവാണ്. ഹല്ലേലൂയ. സ്തോത്രം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2 അതിൻ്റെ 5-ാം വാക്യം. 5 വായിക്കേണ്ടത്. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനം വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോട് കൂടെ. ക്രിസ്തുവേശുവിൽ, അതൊരു അണ്ടർലൈൻ ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് വരച്ചു വെച്ചാൽ കൊള്ളാം. ക്രിസ്തുവേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. പറഞ്ഞേ, ക്രിസ്തുവേശുവിൽ എന്നെ യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അമൃത ഇപ്പോൾ യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇപ്പം ഞാൻ എവിടെ ഇരിക്കുന്നത്? സ്വർഗത്തിൽ. ഇംഗ്ലീഷിൽ നമ്മൾ കോ സീറ്റഡ് വിത്ത് ക്രൈസ്റ്റ് എന്ന് കാണാം. ഹല്ലേലൂയ. യേശു എവിടെ ആയിരിക്കുന്നോ അവിടെ ഞാൻ ആയിരിക്കുന്നു. പിന്നെ എന്തിനാ ഈ ലോകത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും ഭാരങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മളിങ്ങനെ ആകുലപ്പെടുന്നത്? യേശു ഒരു അധികാരവും ഇല്ലാത്ത ആളാണല്ലേ? ഒരു അധികാരവും ഇല്ല യേശുവിന്. അങ്ങനെയാണോ? എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായവനിൽ. ഹല്ലേലൂയ. സ്തോത്രം. ആ യേശുവിനോട് കൂടെ നമ്മൾ ആയിരിക്കുന്നു. നമ്മൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയ, സ്നാനപ്പെട്ട് യേശുവിനോട് കൂടെ ചേർന്ന ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെയാണ്? കർത്താവിനോട് കൂടെ നമ്മൾ സ്വർഗത്തിലിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവനായ യേശു വെളിപ്പെടുമ്പോൾ നമ്മളും വെളിപ്പെടാനായിട്ടിടയായിത്തീരും. അന്നേ അതൊക്കെ കാണാൻ പറ്റും. അതാ ദൈവത്തിൻ്റെ കൃപയുടെ അത്യന്ത ദാനം എന്ന് പറയുന്ന അതാണ്. നമ്മൾ യോഗ്യതയുള്ളവരായിട്ടോ നമ്മൾ കുറേ നല്ല പ്രവൃത്തികൾ ചെയ്തതുകൊണ്ടോ അല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. ദൈവത്തിൻ്റെ ആ മഹാസ്നേഹം നിമിത്തം പാപിയായിരുന്ന നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്ത് പാപമില്ലാത്തവരാക്കി തീർത്ത് പഴയ മനുഷ്യനെ തൻ്റെ ക്രൂശിൽ വഹിച്ച് പുതിയൊരു ജീവിതം നമുക്ക് തന്നിരിക്കുന്നു. ഇനി അങ്ങനെ ജീവിക്കേണ്ടതാരാ? വിശ്വാസത്താൽ അത് അറിയുകയും നമ്മളാണ് അങ്ങനെ ജീവിക്കുകയും ചെയ്യേണ്ടത്. ഇപ്പോൾ ശരിക്കും ആ സ്നാനം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്, ആ ഒരു കാര്യത്തിൻ്റെ കുറച്ച് അർത്ഥതലങ്ങളൊക്കെ നിങ്ങൾക്ക് ഗ്രഹിക്കാനായിട്ട് പറ്റിയോ? ഇത് ഒരു മതത്തിൽ ചേരുന്നതല്ല. ഞാനിവിടെ സഭയൊക്കെ ആരംഭിച്ച് നമ്മളിങ്ങനെ ശുശ്രൂഷ തുടങ്ങിയ സമയത്ത് എനിക്ക് ഒട്ടുമേ ആഗ്രഹമില്ലാത്ത ഒരാളായിരുന്നു. ഞാൻ CSI ചർച്ചിൽ പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് ഞായറാഴ്ച ആരാധന വെക്കില്ല കർത്താവേ, ഞാൻ വെക്കില്ല, വേണമെങ്കിൽ വൈകുന്നേരം വെക്കാം, അല്ലെങ്കിൽ ശനിയാഴ്ച വെക്കാമെന്നൊക്കെ ഞാൻ കർത്താവിനോട് പറഞ്ഞു. ദൈവം പറഞ്ഞു ഞായറാഴ്ച തന്നെ വെക്കണമെന്ന് പറഞ്ഞു. അല്ലേ, എനിക്കറിയത്തില്ല, ദൈവത്തിൻ്റെ കൽപ്പന നമുക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റും. അങ്ങനെ ആയപ്പോൾ CSI ചർച്ചിലുള്ളവരൊക്കെ നമുക്കങ്ങ് എതിരായി. കാരണം ഞാൻ ഒട്ടും ആഗ്രഹിച്ചതല്ലെങ്കിലും അങ്ങനെ ആയി മാറി. അപ്പോൾ അവരെല്ലാം പറഞ്ഞു സ്നാനപ്പെടുത്തി എല്ലാവരും പെന്തക്കോസിൽ ചേർക്കുന്നു. അപ്പോൾ അവർ വിചാരിക്കുന്നത് സ്നാനപ്പെടുന്നത് എന്തിനാണ്? പെന്തക്കോസ് എന്ന് പറയുന്ന ഒരു റിലീജിയനിൽ ചേരാനാണെന്നാണ് അവരൊക്കെ എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്നത്.
ഒരിക്കലും അങ്ങനെയല്ല സഹോദരങ്ങളെ. നിങ്ങളെങ്കിലും അങ്ങനെ വിശ്വസിക്കരുത്. സ്നാനപ്പെടുന്ന എന്തിനാ? യേശുവിനോടുകൂടെ ചേരുവാൻ, യേശുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളോട് പങ്കാളിയായി തീരുവാൻ, യേശുവിനെ ധരിക്കുവാൻ. ഹല്ലേലൂയ. ഇറ്റ്സ് ഫോർ എ ന്യൂ ലൈഫ്. ഹല്ലേലൂയ. പുതിയൊരു ജീവിതത്തിനാ സ്നാനം. പഴയ എൻ്റെ പാപ ജീവിതം കളഞ്ഞിട്ട്. അപ്പം എല്ലാ മനുഷ്യരും ഇതിലോട്ട് വരണ്ടേ? ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്നവർ എത്രയോ പേര് ഇപ്പോൾ ഈ ഞായറാഴ്ച സമയം ചർച്ചിൽ അവർ ആരാധിക്കുന്നു അല്ലേ? അവിടുത്തെ വചനങ്ങൾ വായിക്കുന്നു, അവിടുത്തെ എല്ലാ കാര്യങ്ങളും ക്രമമായി ചെയ്യുന്നു. പക്ഷേ ഈ ന്യൂ ലൈഫിലേക്ക് അവർ വന്നിട്ടുണ്ടോ? അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാ ചർച്ചിലും ഉണർവുണ്ടാകട്ടെ. ഹല്ലേലൂയ. എല്ലാ ചർച്ചിലും എന്താണ് സ്നാനമെന്ന് അറിയട്ടെ അവർ. ഹല്ലേലൂയ. എന്താണ് ശരിക്കുള്ള സ്നാനമെന്ന് ഒരാൾ മനസ്സിലാക്കിയാൽ അവൻ തളിക്കൽ സ്നാനം എടുത്തിട്ടുള്ളവനാണെങ്കിൽ പോലും പിന്നീട് സ്നാനപ്പെടും. ഹല്ലേലൂയ. കാരണം ഈ ഒരു എക്സ്പീരിയൻസ് അവരുടെ ജീവിതത്തിൽ അറിയണ്ടേ? അവരത് ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു സ്നാനം ഇതെല്ലാം അറിഞ്ഞ് സ്നാനപ്പെട്ടാലേ മതിയാവുകയുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ കർത്താവ് നിങ്ങളെ അതിന് സഹായിക്കട്ടെ. അപ്പോൾ ഇവിടെ സ്നാനപ്പെടാൻ ഒരുങ്ങുന്നവർക്കായി സ്തോത്രം. യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾ, നമുക്കിവിടെ 26-ാം തീയതി ജനുവരിയിൽ രാവിലെ 8 മണിക്കാണ് സ്നാനം. നിങ്ങൾ ഈ ക്ലാസ്സുകൾ കണ്ട് ആരെങ്കിലും ഒരുങ്ങുകയും സ്നാനപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട്. അതിൽ നിങ്ങൾ അറിയിച്ചാൽ മതി. ആ വാട്സാപ്പിലെ നമ്പർ ഞാനിപ്പോൾ പറയുന്നതാണ്, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. നിങ്ങൾ ആ ഒരു 799-4373-818 എന്ന നമ്പറിലേക്ക് നിങ്ങളിപ്പോൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ 26-ാം തീയതിക്ക് മുന്നമേ നിങ്ങൾ ചെയ്യണം. അന്നാണ് നമ്മുടെ സ്നാനം ക്രമീകരിച്ചിട്ടുള്ളത്. 26-ാം തീയതി ഞായറാഴ്ച നമുക്കിവിടെ ബാപ്റ്റിസം ഉണ്ട്. 8 മണിക്കാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളെല്ലാ ക്രമീകരണവും ചെയ്യുകയാണെങ്കിൽ എന്നെ നേരത്തെ അറിയിച്ചാൽ ഞാൻ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നതാണ്. പക്ഷേ ഈ ക്ലാസ് എല്ലാം കണ്ട് നിങ്ങൾ ഒരുങ്ങിയതിന് ശേഷം മാത്രം, നിങ്ങൾ ആലോചിച്ച് മാത്രം, ആരുടെയും നിർബന്ധത്താലല്ല, നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ സ്നാനമുണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്കും ആ ഒരു പുതിയ സൃഷ്ടിയായി ചേർന്ന് യേശുവിനോട് ചേർന്ന് ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ.